വേദിയിലെ സംപൂജിതരായ സന്യാസി ശ്രേഷ്ഠന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മൈക്കിൽ ആദ്യം പ്രസംഗിച്ചത് ഞാനാണ്. ഇനി രണ്ടാമതൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അതുകൊണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഏതൊരു കാര്യം നടത്തുമ്പോഴും നമ്മളെപ്പോഴും മനസാക്ഷി ചോദിക്കുന്നത് ചില ചോദ്യങ്ങളാണ്. എന്തിന്, എന്തുകൊണ്ട്, എങ്ങനെ, എവിടെ, ആർക്ക്, എപ്പോൾ തുടങ്ങിയ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ഭാഗവത സത്രം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. 12ാമത്തെ വർഷമാണ് ഭാഗവതമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജ്ഞാനയജ്ഞം ഇവിടെ നടക്കുന്നത്. ശ്രീമദ് ഭാഗവതം മൂലത്തിൻ്റെ 9ാമത് സ്കന്ധത്തിൽ അവസാനത്തെ അധ്യായത്തിൽ ഈ ഭഗവാന്റെ ദശമത്തിലെ അവതാരം വരുന്നതിന് തൊട്ട് മുൻപ് അതിനെ മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന 2-3 ശ്ലോകങ്ങളുണ്ട്. അത് ആദ്യത്തെ ശ്ലോകം ഇങ്ങനെ ആരംഭിക്കുന്നത്: കലൗ ജനിഷ്യമാണാനാം ദുഃഖ ശോക തമോനുദം എന്നാണ് ആരംഭിക്കുന്നത്. കലികാലത്ത് ജനിച്ചതായ ആൾക്കാർക്ക് അവരുടെ 3 ക്വാളിറ്റി എന്ന് പറയുന്നത് ദുഃഖം, ശോകം, തമസ്. ദുഃഖം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ടോട്ടൽ നോക്കുമ്പോൾ ബാലൻസ് കോളത്തിൽ ദുഃഖമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്നൊരു മോചനം. ശോകം എന്ന് പറയുമ്പോൾ അതിന് മറ്റ് പലതായിട്ടുള്ള ഏഷണാത്രയങ്ങൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ശോകം. ഇത് രണ്ടും മാറ്റി വെച്ചാൽ പിന്നെ വരുന്നത് തമസ്സാണ്, ഇരുട്ടാണ്. കാരണം ഈ കലികാലത്ത് കൂടുതൽ നമ്മെ നയിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇരുട്ടു ബാധിച്ചിട്ടുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ദുഃഖ ശോക തമോനുതങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും പ്രകാശപൂരിതമായ സാത്വിക ഭാവത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളുടെ അതിൻ്റെ സദ്ഗുണങ്ങൾ മുഴുവൻ അനുഭവിക്കുവാൻ ഉതകുന്ന മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അത് ദശമം മുതൽ അങ്ങോട്ട് നമ്മളതിനെ കുറച്ചുകൂടി തെളിച്ചത്തോടുകൂടി ഭഗവാന്റെ അവതാരത്തോടുകൂടി കാണുകയാണ്. മഹാചാര്യന്മാരായിട്ടുള്ള ആൾക്കാരിവിടെ ഉണ്ട്. ഞാൻ ആ രംഗത്തൊരു ശിശുവാണ്. അക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പോകുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഇപ്പം നമ്മൾ ധാരാളം കമ്മിറ്റികളും മറ്റും അതിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ചെന്നവരായിട്ടൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ സ്വത്തായി മാറുകയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭൗതികമായിട്ടുള്ള സമൃദ്ധി ഒരു വലിയ ഘടകമാണ്. വിശേഷിച്ച് ഈ പ്രദേശത്തിൻ്റെ കിഴക്കൻ മേഖലകൾ എന്നൊക്കെ പറയുമ്പോൾ അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ഭൗതിക സാധനങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടുന്നത് ഇവിടേക്ക് എത്തിച്ചേർക്കുവാൻ അത് 11 ദിവസമായതുകൊണ്ട് ഒന്നിച്ചു വന്നതുകൊണ്ട് കാര്യമില്ല. ഈ കലവറ നിറയ്ക്കൽ എന്നുള്ളത് ഒരു അനുസ്യൂത പ്രക്രിയയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം വേണം. ഇവിടെ കമ്മിറ്റികൾ പ്രഖ്യാപിച്ചപ്പോൾ ഇതിൻ്റെ ഭൗതിക സാധനങ്ങളുടെ കളക്ഷന് വേണ്ടി വളരെ സജീവമായി സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി, അത് ചെറുപ്പക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്നുള്ളൊരു അഭിപ്രായം ഞാൻ മുൻപോട്ട് വെക്കുകയാണ്. മറ്റൊന്ന് പറയുവാനുള്ളത്, ഇത് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്. ഒരുപക്ഷെ 1957 മുമ്പ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ അടുത്തുള്ള ഈ 3-4 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് തമിഴ് സംസ്കാരവും തമിഴ് ഭാഷയും തമിഴ് ജീവിത രീതികളും ഒക്കെയായി വളരെ ബന്ധപ്പെട്ടുകൊണ്ടും കുടുംബങ്ങളിൽ പരസ്പര കമ്മ്യൂണിക്കേഷന് തമിഴ് സംസ്കാരം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഇവിടെ ഏതാണ്ട് 70ഓളം പ്രസംഗങ്ങളുണ്ട്, 70 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ ഏതെങ്കിലും ചില പരിപാടികൾ തമിഴ്നാട്ടിലെ ഭാഗവതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആചാര്യന്മാരെ കൂടി ഇതിൻ്റെ ഏതെങ്കിലും ഭാഗമാക്കി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് കണ്ടെത്തുന്നത് നന്നായിരിക്കും. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഒരു പക്ഷേ അത് ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടി ഒരു ഇഷ്ടം കൂടാൻ, അല്ലെ ജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ അത് ഉപകരിക്കും എന്നൊരു അഭിപ്രായം ഞാൻ കമ്മിറ്റിയുടെ മുൻപാകെ വെക്കുകയാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സെമിനാറുകളും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഈ സെമിനാറുകൾ വേറെ നിൽക്കും, ചർച്ചകൾ വേറെ നിൽക്കും, ഗ്രന്ഥപാരായണം വേറെ നിൽക്കുന്ന ചില പ്രവണതകൾ പലയിടത്തും കാണാനുണ്ട്. ഇപ്പം അഖില ഭാരതീയ ഭാഗവത സത്രം
രണ്ടാമത്തെ സത്രം നടന്നത് കൊല്ലത്ത് വെച്ചാണ്. ആ കാലം മുതൽ തന്നെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ അന്ന് ഉയർന്നു വന്ന ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ ഉയർന്നു വന്നത്, നമ്മൾ ഈ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ പൊതുപരിപാടികൾ നമ്മളുടെ ഭാഗവതവുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഭാഗവതം ദശമത്തിൽ ഇഷ്ടം പോലെ വസ്തുക്കൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സാധ്യതകൾ ചർച്ച ചെയ്യുവാനുള്ള വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ ബലരാമചരിതം പറയുമ്പോൾ തന്നെ അവിടെ ഊഷര ഭൂമിയിലേക്ക് ബലരാമൻ തൻ്റെ കലപ്പയുമായി പോയിക്കൊണ്ട് ആ മണ്ണിനെ ഉർവരമാക്കി മാറ്റുന്ന കഥയും ചരിത്രവും പറയുന്നുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ആചാര്യന്മാർ ആ വിഷയവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ സെമിനാറുകൾ ഭാഗവതത്തിൽ കൃഷിയെക്കുറിച്ച്, ഭാഗവതത്തിൽ കുടുംബത്തെക്കുറിച്ച്, ഭാഗവതത്തിൽ രാജനീതിയെക്കുറിച്ച്, ഭാഗവതത്തിൽ ധനാഗമത്തെക്കുറിച്ച് ഒക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാക്കുവാൻ ഈ കമ്മിറ്റിയുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സമഗ്രമായ ഒരു സാമൂഹിക വീക്ഷണം ഈ രംഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനാണ് അത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് ഇപ്പോൾ പറയാം, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, നമ്മളുടെ ഈ മഹാമണ്ഡലേശ്വരജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മഹാകുംഭമേളയ്ക്ക് മുൻപും മഹാകുംഭമേളയ്ക്ക് ശേഷവും എന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവ്, അത് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു ഉണർവ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഒരു സർക്കാരിന് പോലും ആ തീരുമാനം മാറ്റിയിട്ട് വിശ്വാസ സംരക്ഷണം വേണം എന്നുള്ള തരത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഭഗവാൻ കുടിയേറുന്ന ഒരവസ്ഥ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അത്തരത്തിൽ വലിയൊരു മാറ്റം സാംസ്കാരിക രംഗത്തും നവോത്ഥാന രംഗത്തും സാമൂഹിക രംഗത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾ പുറംതിരിഞ്ഞു നിൽക്കാതെ ഇതിനോട് സമീപസ്ഥമായി വരിക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മറ്റൊന്ന്, നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വശം പറയും, നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോയി. അങ്ങനെ അല്ല എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കുട്ടികൾ ഒന്നിച്ചു കൂടി നിന്ന് കഞ്ചാവടിച്ചിട്ട് റാപ്പ് മ്യൂസിക് അല്ല ചൊല്ലുന്നത്, അവർ ഭജനയാണ് ചൊല്ലുന്നത് തെരുവോരങ്ങളിൽ. അത് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളുടെ ചെറുപ്പക്കാർ ആശ്വാസത്തിന് വേണ്ടി നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ആശ്വാസകരവും പ്രതീക്ഷാ നിർഭരവുമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക്, അതായത് ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഭാഗ്യം ചെയ്തവരാണ് ഇതെല്ലാം കണ്ടിട്ട് കടന്നു പോകാൻ കഴിയുന്ന ഒരു അവസരം സംജാതമായിട്ടുണ്ട്. അതിന് വർദ്ധിതമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടി മുമ്പോട്ട് വെച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം.